Hello, welcome back to the video. കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലെ ഫോറൻസിക് സയൻസിലെ യൂണിറ്റ് നമ്പർ 1-ലുള്ള ചാപ്റ്റർ നമ്പർ 4 ക്രൈം ആൻഡ് ക്രൈം സീൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ സെഷൻ ഡിസ്കസ് ചെയ്യുന്നത് ക്രൈം സീൻ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ആണ്. ഇന്നത്തെ സെഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രൈം സീൻ സ്കെച്ചിങ് ആണ്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ നീഡ് ഓഫ് ക്രൈം സീൻ സ്കെച്ചിങ്? ഒന്നാമത്തെ പോയിന്റ്, ടു അനലൈസ് ആൻഡ് ലൊക്കേറ്റ് ദി പൊസിഷൻ ഓഫ് എവിഡൻസ്. ടു അനലൈസ് ആൻഡ് ലൊക്കേറ്റ് ദി പൊസിഷൻ ഓഫ് എവിഡൻസ് അല്ലെ, എവിഡൻസിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് അതിന്റെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കെച്ചിങ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡോക്യുമെന്റേഷൻ ഓഫ് ദി എവിഡൻസ്. അതായത് ഡോക്യുമെന്റേഷന്റെ അണ്ടറിൽ വരുന്നതാണ് ഇതൊക്കെ. അതായത് മുന്നേ പറഞ്ഞ പോലെ നോട്ട് മേക്കിംഗ് ആയാലും ക്രൈം സീൻ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഇതേപോലെ സ്കെച്ചിങ്, ഇനി നെക്സ്റ്റ് സെഷനിൽ പറയാൻ പോകുന്ന ക്രൈം സീൻ സെർച്ച് മെത്തേഡ്സ്, ഇതൊക്കെ എന്താണ്? പിന്നെ അതിനുശേഷം ചെയിൻ ഓഫ് കസ്റ്റഡി പറയും. ഇതൊക്കെ എന്താണ്? ഡോക്യുമെന്റേഷന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അതാണ് ഡോക്യുമെന്റേഷൻ ഓഫ് ദി എവിഡൻസ് എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് ചെയ്താൽ എന്താണ്? ഒരു പർട്ടിക്കുലർ എവിഡൻസ് എന്താണ്? കോർട്ടിൽ അഡ്മിസിബിൾ ആണ്. സോ അഡ്മിസിബിലിറ്റി ഓഫ് ദി എവിഡൻസ് ഇൻ ദി കോർട്ട്. എന്തുകൊണ്ടാണ് ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്? മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നു, എവിഡൻസ് ടാമ്പേർഡ് അല്ലാതെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ജെന്യൂനിറ്റി അല്ലെങ്കിൽ ഓത്തന്റിസിറ്റി തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വാട്ട് ആർ ദി ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ക്രൈം സീൻ സ്കെച്ചിങ്? ഒന്നാമത്തെ മെത്തേഡാണ് ബേസ് ലൈൻ മെത്തേഡ്, രണ്ടാമത്തേത് റെക്ടാങ്കുലർ കോർഡിനേഷൻ മെത്തേഡ്, മൂന്നാമത്തേത് ട്രയാങ്കുലേഷൻ മെത്തേഡ്, നാലാമത്തേത് പോളാർ കോർഡിനേഷൻ. ഇനി ഓരോ മെത്തേഡിന്റെയും ഡീറ്റെയിലിംഗിലേക്ക് വരുന്നതിന് മുന്നേ റഫറൻസ് പോയിന്റ് എന്നുള്ള കാര്യം എന്താണെന്ന് പറയാം. റഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ ലൈൻ എന്ന് പറയുന്നത് അതായത് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു പർട്ടിക്കുലർ ക്രൈം സീനിൽ, ഒരു ക്രൈം സീനിൽ ഇവിടെ ഒരു എവിഡൻസ് കിടപ്പുണ്ട്. ഈ ഒരു എവിഡൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇമാജിനറി ലൈൻ വേണം. ആ ഇമാജിനറി ലൈനിന്റെ പേരാണ് റഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ആ റഫറൻസ് പോയിന്റ് എന്തും ആവാം. ചിലപ്പോൾ ഒരു റൂമിന്റെ കോർണർ ആവാം, AB എന്ന് പറയുന്ന കോർണർ ആവാം, അല്ലെങ്കിൽ എവിഡൻസിന്റെ തൊട്ടടുത്തിൽ ഏതെങ്കിലും ലൈനിൽ നിന്നാവാം. ലൈൻ എന്ന് വെച്ചാൽ ഇമാജിനറി ലൈനാണ്. നമ്മളെ ഫ്രീഡം ആണ് എവിടെ റഫറൻസ് പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്യണമെന്നുള്ളത്. ഈ ഒരു ലൈൻ, ഇമാജിനറി ലൈനാണ് റഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു റഫറൻസ് പോയിന്റ് എന്ത് ചെയ്യുക? എവിഡൻസിനെ മെഷർ ചെയ്യുക. ആ മെഷർമെന്റിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഓരോ മെത്തേഡിന് എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഓരോ മെത്തേഡും ഡിസ്കസ് ചെയ്യാം. ഓർത്തിരിക്കുക എന്താണ് റഫറൻസ് പോയിന്റ് എന്നുള്ളത്. ഓക്കെ, ബേസ് ലൈൻ മെത്തേഡ് യൂസസ് ടു അഡ്ജസന്റ് വാൾസ് ആസ് ഫിക്സ്ഡ് പോയിന്റ്സ്. അപ്പം ഈ ടു അഡ്ജസന്റ് വാൾസ് എന്താണ്? അതാണ് റഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സിനാറിയോയിൽ. ആസ് ദ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് അറ്റ് റൈറ്റ് ആംഗിൾ. കണ്ടീഷൻ എന്താണ്? റൈറ്റ് ആംഗിൾ ആണ് മെഷർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പോയിന്റ് എക്സ് ആൻഡ് വൈ ആർ ഫിക്സ്ഡ്, എവിഡൻസ് എ ആൻഡ് ബി ആർ ലൊക്കേറ്റഡ് along the line between x and y and at right angles to the line xy. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈം സീനിൽ, ഇതൊരു റൂമാണ്, ഒരു ക്രൈം സീൻ റൂമാണ്. ഓക്കെ, ഇവിടെ ഒരു എവിഡൻസ് കിടപ്പുണ്ട്. നമ്മളിപ്പം ഈ ഒരു പോയിന്റ് ആണ്, XY എന്നുള്ള പോയിന്റ് ആണ് റെഫറൻസ് ലൈൻ ആയിട്ട് എടുക്കുന്നത് വിചാരിക്കും. ഓക്കെ, ഈ ഒരു ലൈനിലെ ഏത് പോയിന്റും നമുക്ക് എന്ത് ചെയ്യാം? മെഷർമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ കണ്ടീഷൻ എന്താണ് ഇവിടെ? എവിഡൻസ് ആയിട്ട് 90 ഡിഗ്രി ഫോം ചെയ്യണമെങ്കിൽ അത് ഷോർട്ടസ്റ്റ് ലൈൻ ആയിരിക്കണ്ടേ, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കണ്ടേ? ഇവിടെയല്ലേ 90 ഡിഗ്രി വരുള്ളൂ. ഇപ്പം ഈ ഒരു എവിഡൻസിനെ ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്ക് ചെയ്താൽ 90 ഡിഗ്രി വരുമോ? ഇല്ല. അതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. 90 ഡിഗ്രി വരുന്ന രീതിയിലായിരിക്കണം മെഷർമെന്റ് എടുക്കേണ്ടത്. അതാണ് കണ്ടീഷൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. XY എന്നൊരു പോയിന്റിൽ നിന്ന് 90 ഡിഗ്രി ആംഗിളിൽ വരുന്ന ലൈനിലായിരിക്കണം എന്ത് ചെയ്യുന്നത്? മെഷർമെന്റ് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പം ഇവിടെ ഒരു എവിഡൻസ് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് ലൈൻ കിട്ടുന്നത് എവിടെയാണ്? ഈ ഒരു പോയിന്റ് ആണ്. ഇവിടെ നിന്നല്ല 90 ഡിഗ്രി കിട്ടുള്ളൂ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദി മോസ്റ്റ് ബേസിക് ആൻഡ് ലീസ്റ്റ് ആക്യുറേറ്റ് ഫോം ഓഫ് ക്രൈം സീൻ മാപ്പിംഗ്. എന്തുകൊണ്ടാണ് ലീസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറയാൻ കാരണം? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇതൊരു ഒരു മെഷർമെന്റ് ആണ് എടുക്കുന്നത്. ഒറ്റ മെഷർമെന്റ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക്. അതായത് ഇതൊരു ഒരു ഗണ്ണോ ടേബിൾ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ടേബിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഒറ്റ മെഷർമെന്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഒറ്റ മെഷർമെന്റ് എടുക്കുന്നുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ്, ഒറ്റ മെഷർമെന്റ് ആണ് എടുക്കുന്നത്. അത് ആക്യുറേറ്റ് ആവണം. ഇനി നമുക്ക് ഏതൊക്കെ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കാം? റെഫറൻസ് പോയിന്റ് ഒന്നുകിൽ എക്സിസ്റ്റിംഗ് ഏരിയ, അതായത് നേരത്തെ പറഞ്ഞ റൂമിന്റെ കോർണർ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സച്ച് ആസ് എഡ്ജ് ഓഫ് റോഡ് വേ, എ വോൾ, എ ഫെൻസ്, ഏത് വേണം നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇതിന്റെ നിയറസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ നമുക്ക് എന്തെടുക്കാം? റെഫറൻസ് പോയിന്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. Once a baseline is established, measurements are taken from the baseline at an approximate of
90 ഡിഗ്രി ആംഗിൾ അല്ലെ, 90 ഡിഗ്രി ആംഗിൾ കിട്ടണമെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും ഫ്രം ദി എവിടെ നിന്നാണ് ബേസ് ലൈൻ ടു പോയിന്റ് ഓൺ ദി ഐഡന്റിഫൈഡ് ഐറ്റം. അതായത് എവിഡൻസിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 90 ഡിഗ്രി കിട്ടുള്ളൂ. ടിപ്പിക്കലി മോസ്റ്റ് മെഷർമെന്റ് ആർ മെയ്ഡ് ഐദർ ടു ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദി ഐറ്റം ഓർ ദി നിയറസ്റ്റ് പോയിന്റ് ഓഫ് ദി ഐറ്റം ടു ദി ബേസ് ലൈൻ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു ബ്ലഡ് സ്റ്റെയിൻ ആണെന്ന് വിചാരിക്കുക. ബ്ലഡ് സ്റ്റെയിൻ ആണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മളെ റെഫറൻസ് പോയിന്റ്, എ ബി എന്ന റെഫറൻസ് പോയിന്റ്. ഒന്നുകിൽ എന്ത് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു ഈ ഒരു പോയിന്റിന് ഇവിടുത്തെ മെഷർ ചെയ്യാം, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത് ഇതിന്റെ സെന്ററിൽ നിന്ന് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. അത് നമ്മളെ ചോയ്സ് ആണ് ഇവിടുന്ന് മെഷർ ചെയ്യുന്നത്. ഒന്നുകിൽ ബേസ് ലൈനിൽ ഏറ്റവും കൂടുതൽ നിയറസ്റ്റ് പോയിന്റ് വരുന്നത് ഈ ഒരു ഏരിയ, ഇവിടുന്ന് മെഷർ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ബ്ലഡ് സ്റ്റെയിന്റെ സെന്ററിൽ നിന്ന് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. ഇതാണ് അതിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇതാണ് റെഫറൻസ് പോയിന്റ്. എ ബി എന്ന് പറയുന്നതാണ് റെഫറൻസ് ലൈന്. 1 2 3 4 എന്ന് പറയുന്നതാണ് എവിഡൻസ് ആണ്. എന്താണ് ഇതൊക്കെ, എന്താ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. 90 ഡിഗ്രി അല്ലേ കിട്ടുന്നത്, അതുകൊണ്ട് എന്താണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത മെത്തേഡിലോട്ട് പോവാം. റെക്ടാങ്കുലർ കോർഡിനേറ്റ് മെത്തേഡ്. ഇതെന്താണ്, ഇറ്റ് ഈസ് എന്താണ് ടൈപ്പ് ഓഫ് ബേസ് ലൈൻ മെത്തേഡ് തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ബേസ് ലൈൻ മെത്തേഡ്. പക്ഷേ നമ്മൾ രണ്ട് ബേസ് ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലനേഷനിൽ പറയുന്നതിന് മുമ്പേ പിക്ടോറിയൽ വഴി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാം. അതായത് ഇതൊരു ബേസ് ലൈൻ ആണ്, നേരത്തെ പറഞ്ഞത് ഇതൊരു ബേസ് ലൈൻ ആണ്. ഇതെന്താണ് ബേസ് ലൈൻ, ഇതൊരു ബേസ് ലൈൻ ആണ്. എ ബി സി എന്ന് പറയുന്ന ഒരു ബേസ് ലൈൻ ആണ്. ഓക്കെ, എന്ത് ചെയ്യും, ഈ ഒരു ലൈനിൽ നിന്ന് ഈ ഒരു എവിഡൻസിന്റെ മെഷർമെന്റ് എടുക്കും അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. സെയിം എന്ത് ചെയ്യും, വേറൊരു ബേസ് ലൈനിൽ നിന്ന് എന്തെടുക്കും, മെഷർമെന്റ് എടുക്കും. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്, ഡബിൾ ബേസ് ലൈൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഡബിൾ ബേസ് ലൈൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ദ റെക്ടാങ്കുലർ കോർഡിനേറ്റ് മാപ്പിംഗ് മെത്തേഡ് is a slightly more accurate variation of the baseline method because it utilizes two such baselines instead of one. അല്ലേ, രണ്ട് ബേസ് ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. Two measurements are taken to a point on an item or location at the scene, one from each identified baseline. അതായത് ഈ ഒരു ബേസ് ലൈനിൽ നിന്ന് എന്ത് ചെയ്യും, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എടുക്കും, അല്ലെങ്കിൽ നിയറസ്റ്റ് പോയിന്റ് ടു ദി എവിഡൻസ് മാർക്ക് ചെയ്യും. അതേപോലെ എ ബി എന്ന് പറയുന്ന റെഫറൻസ് ലൈനിൽ എന്ത് ചെയ്യും, അടുത്ത നെക്സ്റ്റ് ഒരു മെഷർമെന്റ് മാർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് രണ്ട് മെഷർമെന്റ് ആയതുകൊണ്ട് എന്താണ് കുറച്ചും കൂടി ആക്യുറസി കൂടി, അല്ലെ. അതാണ് ഡബിൾ ബേസ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ കോർഡിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സം പേഴ്സണൽ ചൂസ് ടു മെഷർ 2 or more points on an item using multiple rectangular measurement as a way to increase accuracy. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് രണ്ട് ലൈൻ, ഈ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു മാർക്ക് ചെയ്യും, ഇവിടെ നിന്നും ഒന്ന് മാർക്ക് ചെയ്യും. നേരെ മറിച്ച് എന്ത് ചെയ്യാം, ബേസ് ലൈൻ എണ്ണം കൂട്ടാം, ഇവിടെ നിന്ന് മാർക്കിംഗ് എടുക്കും. ഓക്കെ, എല്ലാം എന്തായിരിക്കണം, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ അറ്റ് 90 ഡിഗ്രി ആയിരിക്കണം എന്നേ ഉള്ളൂ. എന്തിനാണ് ചെയ്യുന്നത്, ടു ഇൻക്രീസ് ദി accuracy. This method is especially useful in confined spaces and smaller interior crime scenes. ചെറിയ സ്പേസിലാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, വർക്ക് ആവുന്നത്. ഇതാണ് അതിന്റെ പിക്ടോർ റെപ്രസെന്റേഷൻ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് ട്രയാങ്കുലേഷൻ മെത്തേഡ്. എന്താണ് ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്? ദിസ് ഈസ് ദി മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് that does not make use of advanced technology. The accuracy of this method comes from its foundation, that is two fixed points. മനസ്സിലാക്കി തരാം. അതായത് റെഫറൻസ് പോയിന്റ് ഉണ്ടാവും, ഇതാണ് എവിഡൻസ്. എ ബി എന്ന് പറയുന്നതാണ് റെഫറൻസ് പോയിന്റ്. എന്ത് സംഭവിക്കും നോക്കി കഴിഞ്ഞാല്, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു മെഷർമെന്റ് എടുക്കും, സം എക്സ് മീറ്റർ, ഓക്കെ, അല്ലെങ്കിൽ എക്സ് ഇഞ്ച്. അതേപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്, അതായത് സെയിം റെഫറൻസ് പോയിന്റിൽ നിന്ന്, സോറി, സെയിം റെഫറൻസ് ലൈനിലുള്ള രണ്ട് പോയിന്റ് എ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മെഷർമെന്റ് എടുക്കും, സം വൈ മീറ്റർ. റിപ്പോർട്ടിൽ എങ്ങനെ എഴുതുക, ഇന്ന എവിഡൻസിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. പോയിന്റ്, അതായത് പോയിന്റ് എയിൽ നിന്ന് ഇത്ര മീറ്റർ, പോയിന്റ് ബിയിൽ നിന്ന് ഇത്ര മീറ്റർ എന്ന രീതിയിൽ കാണപ്പെട്ടു എന്നായിരിക്കും നമ്മൾ റിപ്പോർട്ടിൽ എഴുതുന്നുണ്ടാവുക. ഓക്കെ, നോട്ട് മേക്കിംഗിൽ അതിൽ റിപ്പോർട്ടിൽ അങ്ങനെ ആയിരിക്കും എഴുതുന്നുണ്ടാവുക. ഇതാണ് ബേസിക്കലി ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റിൽ നിന്നും എന്ത് ചെയ്യും, മെഷർമെന്റ് എടുക്കും. ഫ്രം ദീസ് ടു ഫിക്സ്ഡ് പോയിന്റ്സ് മെഷർമെന്റ്സ് ആർ ടേക്കൻ ടു സ്പെസിഫൈഡ് പോയിന്റ് ഓൺ ആൻ ഐറ്റം. From these fixed point, minimum of 2 measurements are made to each identified item. കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഇതാണ് എവിഡൻസ് എങ്കിൽ എന്ത് ചെയ്യും, എ എന്ന് പറയുന്ന റെഫറൻസ് പോയിന്റിൽ നിന്ന് ഒരു മെഷർമെന്റ് എടുക്കും, എക്സ് മീറ്റർ. അതേപോലെ ബി എന്ന് പറയുന്ന ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നും
നെക്സ്റ്റ് മെഷർമെന്റ് എടുക്കും. ടോട്ടൽ 2 മെഷർമെന്റ്. ഇനി കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻസ് ഉദ്ദേശിക്കുന്നത് ഇഫ് ദ ഒബ്ജക്ട് ഈസ് ഓഫ് ഫിക്സ്ഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഷേപ്പ്, എക്സാമ്പിൾ ഫയർ ആം ഓർ ഐറ്റം ഓഫ് ഫർണിച്ചർ, ദെൻ ദ ഒബ്ജക്ട് ഈസ് മെഷേർഡ് ടു 2 പോയിന്റ്സ് ഫ്രം ദി 2 ഫിക്സ്ഡ് പോയിന്റ്സ് ഫോർ എ ടോട്ടൽ ഓഫ് 4 മെഷർമെന്റ്. മനസ്സിലായോ എന്തോ? അതായത് ഒരു ഫർണിച്ചർ ആണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മളെ റെഫറൻസ് പോയിന്റ് എ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫിക്സ്ഡ് പോയിന്റ് ആണ്. ഷേപ്പ് ഉണ്ട് അല്ലെ, ഫിക്സ്ഡ് ഷേപ്പ് ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. നമ്മൾ ഇവിടുന്ന് മെഷർമെന്റ് എടുക്കുകയാണ്. എന്നും ബിന്നും ഒരു മെഷർമെന്റ് എടുത്തു. ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു കോർണറിലേക്കും അടുത്ത മെഷർമെന്റ് എടുത്തു. അപ്പൊ ടോട്ടൽ എത്ര മെഷർമെന്റ് ആയി? 1 2 3 4. 4 മെഷർമെന്റ് ആയി. നമുക്ക് ഇനി മെഷർമെന്റ് കൂട്ടാം. ഈ ഒരു പോയിന്റ് നിന്ന് എടുക്കാം. എത്ര വേണം? ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് എത്ര മെഷർമെന്റ് വേണം നമുക്ക് എടുക്കാം. ഓക്കെ, അതേപോലെ ഇതാണ് ഫിക്സ്ഡ് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങള്. അതായത് ഈ എക്സ് എന്നുള്ള എവിഡൻസിൽ എന്ത് ചെയ്യും? ഒരു പോയിന്റ് മെഷർ ചെയ്യും. ബിന്ന് എന്ത് ചെയ്യും? അടുത്ത പോയിന്റ് മെഷർ ചെയ്യും. ഇതാണ് ബേസിക്കലി ഒരു പിക്ചർ റെപ്രസെന്റേഷൻ ഓഫ് ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത്, ഇഫ് ദ ഒബ്ജക്ട് ഈസ് ഓഫ് എ വേരിയബിൾ ഷേപ്പ്, അതായത് പഡിൽ ഓഫ് വാട്ടർ, പൂൾ ഓഫ് ബ്ലഡ് ഓർ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ആയി കഴിഞ്ഞാൽ, then the object is measured to an approximate center of mass. നേരത്തെ എന്താ പറഞ്ഞിരുന്നത്? 2 ഫിക്സ്ഡ് പോയിന്റ്, 2 കൂടുതൽ ഫിക്സ്ഡ് പോയിന്റിലായിരിക്കും മെഷർമെന്റ് എടുക്കുന്നത്. നേരെ മറിച്ച് പൂൾ ഓഫ് ബ്ലഡ് ആണെങ്കിൽ കാരണം ഇതിന് ഫിക്സ്ഡ് ഷേപ്പ് ഇല്ല, അപ്പൊ എന്ത് ചെയ്യാം? നേരെ സെന്ററിൽ നിന്ന് മാർക്ക് ചെയ്യും. അപ്പൊ ടോട്ടൽ എന്ത് ചെയ്യും? 2 മെഷർമെന്റ് ആണ് കിട്ടുക. അതേപോലെ ട്രയാങ്കുലേഷൻ ജനറലി റിക്വയർസ് എ മിനിമം ഓഫ് 2 പീപ്പിൾ ടു റെക്കോർഡ് ദി നെസസറി മെഷർമെന്റ്. 2 ആളാണ് മെയിൻ ആയിട്ട് ഇതിന് ആവശ്യമുള്ളത്, മെഷർമെന്റ് എടുക്കാൻ. സോ അതാണ് ട്രയാങ്കുലേഷൻ മെത്തേഡ്. 2 കണ്ടീഷൻസ് ഓർക്കുക. ഫിക്സ്ഡ് ആയിട്ടുള്ള ഷേപ്പിന് എന്താണ് ചെയ്യുന്നതും, അതേപോലെ വേരിയബിൾ ഷേപ്പ് അല്ലെങ്കിൽ ഷേപ്പ് ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റിന് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നതെന്നും ഓർത്ത് വെക്കുക. ഫൈനലായിട്ട് പറയാനുള്ളതാണ് പോളാർ കോർഡിനേറ്റ്സ് മെത്തേഡ്. A technique used to record measurement for crimes in sketches using a transit or a compass to measure the angle from the north and the distance to the evidence. അതായത് ക്രൈംസിലോട്ട് കടക്കുന്നതിന് മുന്നേ നോർത്ത് ഡയറക്ഷൻ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്ത് വെക്കണം. അതിപ്പോ ഏതൊരു ക്രൈംസിൻ മെത്തേഡ് എടുത്തു കഴിഞ്ഞാലും നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യാറുണ്ട്. അത് ഈസിനെസ് വേണ്ടിയിട്ടാണ് നോർത്താണ് നമ്മൾ റെഫറൻസ് ആയിട്ട് വെക്കുക. ഈ പോളാർ കോർഡിനേഷൻ മെത്തേഡിൽ നിന്ന് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ റെഫറൻസ് പോയിന്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ എവിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർണർ ആണ് നമ്മുടെ റെഫറൻസ് പോയിന്റ് എങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? മാർക്ക് ചെയ്യും എക്സ് മീറ്റർ. കൂടാതെ ഈ ഒരു ആംഗിളും കൂടി നമ്മളങ്ങ് മാർക്ക് ചെയ്യും. സം എക്സ് ഡിഗ്രി എ ഡിഗ്രി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? നമ്മൾ മാർക്ക് ചെയ്യും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ടാവും. റെഫറൻസ് പോയിന്റ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യും. അതേപോലെ ആംഗിൾ മാർക്ക് ചെയ്യും. വിത്ത് എന്താണ്? റെഫറൻസ് ടു നോർത്ത് ഡയറക്ഷൻ ചൂസ് ചെയ്യുന്നത് എന്താണ്? ഈസിനെസിന് വേണ്ടിയിട്ടാണ്. അതൊരു റെഫറൻസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ലാർജ് ഏരിയ ക്രൈം സീൻ. കാരണം എന്താണ്? നമുക്കൊരു പർട്ടിക്കുലർ റെഫറൻസ് പോയിന്റ് ആയിട്ട് ഏത് ഇമാജിനറി ലൈൻ ആണെന്ന് പറഞ്ഞു അല്ലെ. ലാർജ് ക്രൈം സീൻ ആകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫോറസ്റ്റോ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് പോലുള്ള സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ്? റെഫറൻസ് പോയിന്റ് എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ എന്ത് ചെയ്യണം? ശ്രദ്ധ കൊടുക്കണം അല്ലെ. ഏതിലെ പോയിന്റ് എടുക്കണമെങ്കിൽ നിയറസ്റ്റ് പോയിന്റ് ടു ദി എവിഡൻസ് ആയിരിക്കണം മാർക്ക് ചെയ്യണം. അതേ കൂടാതെ എന്ത് ചെയ്യണം? ആംഗിളും തമ്മിൽ മാർക്ക് ചെയ്യണം. ഓക്കെ, വെൻ എ വോൾ ഓർ സൈഡ് ഓഫ് എ ബിൽഡിംഗ് ഈസ് യൂസ് ടു എസ്റ്റാബ്ലിഷ് ആസ് എ ഫിക്സ്ഡ് പോയിന്റ് അല്ലെ. ഫിക്സ്ഡ് പോയിന്റ് എയോ ബിയോ എടുക്കാം. ഇതാണ് കോർഡിനേഷൻ മെത്തേഡ്, പോളാർ കോർഡിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? ആ ഫിക്സ്ഡ് പോയിന്റ്. ഈ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് എവിഡൻസിലുള്ള ദൂരം ഇത് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. എല്ലാ പോയിന്റും സെന്റിമീറ്റർ, മീറ്റർ അല്ലെങ്കിൽ ഇഞ്ചിലാണ് മെയിൻ ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, എല്ലാ മെത്തേഡും അതെ ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുക. എന്ത് ചെയ്യാം? ഒരു പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? മെഷർമെന്റും കൂടെ എടുക്കുക. ഇതാണ് പോളാർ കോർഡിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ക്രൈം സീൻ സ്കെച്ചിങ് മെത്തേഡ്സിലും നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ പോളാർ കോർഡിനേഷന്റെ കേസിൽ വരുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്നത് ആംഗിൾ മെഷർമെന്റ് ആണ്. ഓക്കെ, ആംഗിളിലെ മെഷർമെന്റ് ആണ്. സോ ഇത്രയാണ് ക്രൈം സീൻ സ്കെച്ചിങ് മെത്തേഡിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.